വോട്ട് എന്ന് പറഞ്ഞ് രാജ്യമാസകലം വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തിയ പ്രതിപക്ഷത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ബീഹാറിൽ BJP നടത്തിയത് മറ്റൊരു ചോരിയാണ്, ദിൽ ചോരി. അതേ അക്ഷരാർത്ഥത്തിൽ ബീഹാറിലെ ജനങ്ങളുടെ മനസ്സ് കവർന്നുകൊണ്ട് BJPയുടെ പടുകുറ്റം തേരോട്ടം എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം 243 അംഗ നിയമസഭയിൽ 164 സീറ്റിലേക്ക് NDA സഖ്യം ബഹുദൂരം മുൻപിലേക്ക് പോകുമ്പോൾ വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ച പ്രതിപക്ഷം 72-ൽ നിന്ന് കിതയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ ബീഹാറിൽ BJP ആരുടെ വോട്ടുകളാണ് ചോരി ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സ്ത്രീകളുടെ ദിൽ മനസ്സ് ചോർത്തിക്കൊണ്ട് BJP നേടിയ വിജയം എന്ന് പറയേണ്ടി വരും. കാരണം ഇത്തവണ ബീഹാറിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് സ്ത്രീകളായിരുന്നു. സ്ത്രീ വോട്ടർമാർ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്യുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ബീഹാറിനെ ജംഗൽ രാജിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് BJP നടത്തിയ ആഹ്വാനം ബീഹാർ ജനത ഏറ്റെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. സ്ത്രീകളുടെ നീണ്ട തര നമ്മൾ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതാണ്. സ്ത്രീകളുടെ മനസ്സ് കവർന്നുകൊണ്ട് നരേന്ദ്രമോദിയും കൂട്ടരും ഇന്ദ്രപ്രസ്ഥത്തിലും ഇനിയും പതിറ്റാണ്ടുകളോളം വാഴുമെന്നൊരു വലിയ സൂചന തന്നെയാണ് ഇത് നൽകുന്നത്. ഏതായാലും സോഷ്യലിസ്റ്റുകളും ദളിത് രാഷ്ട്രീയവും ഒക്കെ ഉഴുതുപറിച്ച മണ്ണിൽ കാവിക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ കാവിക്കൊടിയാണെന്നും പാറുന്നതെന്ന് പറയേണ്ടി വരും. കാരണം BJP ആണ് ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്നത്. നിതീഷ് കുമാറിനെ സംബന്ധിച്ച് 5 വർഷം തുടർച്ചയായി ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന ഒരു ഖ്യാതി അദ്ദേഹത്തിന് ലഭിക്കും. അതൊരു റെക്കോർഡ് തന്നെയാണ്, വലിയ റെക്കോർഡ് തന്നെയാണ്. ഏതായാലും നിതീഷ് കുമാർ BJP സഖ്യം ഇവിടെ ചിരാഗ് പാസ്വാൻ അടക്കമുള്ള ചിട്ടയായ പ്രവർത്തനം വോട്ട് ചോരി എന്ന് പറഞ്ഞു നടന്നവർ സീറ്റ് വിഭജന കാലത്ത് തമ്മിൽ തല്ലിയത് നാം കണ്ടു. കുത്തിത്തിരിപ്പുകൾക്ക് ഈ രാജ്യത്ത് സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് BJPയുടെ ദിൽ ചോരി മനസ്സെ കവർന്നെടുക്കുന്ന ആ വലിയ ഒരു യജ്ഞത്തിന് ബീഹാറിൽ തുടക്കം കുറിച്ചിരിക്കുന്നു. ഇനി 5 നിയമസഭകളിലൂടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ പ്രതീക്ഷ കാവി സഖ്യത്തിന് നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ റിസൾട്ടും വന്നതിന് ശേഷം ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ വിശദമായി തന്നെ ഒരു അനാലിസിസ് ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.